നമ്മളൊന്ന് ചെയ്യാൻ പോകണം ഈ 5 കാർഡുകൾ നിങ്ങൾ തമ്മിലുണ്ടാവും, അതിൻ്റെ റിവ്യൂ ചെയ്യാൻ പോവാണ്. കാരണം ഈ ഇടയായിട്ട് ഈ 5 കാർഡുകളെ പറ്റി മിക്ക യൂട്യൂബേഴ്സും വീഡിയോ ഇടുന്നുണ്ട്. ഇവരുടെ ബേസ് കാർഡും എപ്പിക് കാർഡൊക്കെ POTV കാർഡ് തുടങ്ങിയ എല്ലാ കാർഡുകളും ഭയങ്കര ഓവർപവർഡാണ്. അപ്പോൾ നമുക്കിന്ന് അതിൻ്റെ ഏകദേശം അത് ഉള്ളതാണോ ഇല്ലാത്തതാണോ നമുക്കിന്നറിയാം. നമുക്കിന്നതാ ഒരു റിവ്യൂ ചെയ്യാൻ പോവാണ്. എല്ലാ കാർഡുകളും എടുത്ത് നമ്മളൊന്ന് റിവ്യൂ ചെയ്യണതായിരിക്കും. ആദ്യത്തെ കാർഡ് നമ്മൾ റിവ്യൂ ചെയ്യുമ്പോൾ ചുവമേനിയുടെ ഈ കാർഡാണ്. മിക്ക ആൾക്കാരും സെലക്ഷൻ കൊണ്ടെടുത്ത ചുവമേനിയുടെ കാർഡാണ് പറയാറ്. പക്ഷെ എന്നാൽ ഈ അടുത്ത് തന്നെ വീഡിയോയിൽ പറയണത് ചുവമേനിയുടെ ഏത് കാർഡും നല്ലതെന്നാണ് പറയണത്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു കാർഡ് എടുത്തത്. എൻ്റെ ലാഗ് കൂടി ഈ ഒരു കാർഡേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു കാർഡ് വെച്ച് ഒരു 50 മാച്ചിൻ്റെ അടുത്ത് കളിച്ചിട്ടുണ്ട്. 50 മാച്ച് എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റിസൾട്ട് തന്നിട്ടുണ്ട്. ഈ കാർഡിൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ആങ്കർമാനാണ്. ആങ്കർമാൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ ഫുട്ബോൾ അത്യാവശ്യമല്ല ഏതൊരു ടീമിലും CMF, AMF, DMF അങ്ങനെ ഒരു ഫോർമേഷൻ കളിക്കുന്ന ഒരാൾക്ക് ആങ്കർമാൻ്റെ ആവശ്യം വരും. അപ്പോൾ ആങ്കർമാൻ ആയതുകൊണ്ട് തന്നെ എല്ലാ മേഖലയിലും നല്ലോണം കളിക്കുന്നതാണ്. ഡിഫെൻഡ് ചെയ്യും, ബോൾ റിസീവ് ചെയ്യും, അതേസമയം ഡിഫെൻസിൻ്റെ ഒരു എക്സ്ട്രാ ഫ്രണ്ട്മാനായിട്ട് നിൽക്കും. അത് തന്നെ നമ്മൾ എക്സ്ട്രാ ഇട്ട് കൊടുക്കാണ്ട് തന്നെ അങ്ങനെ നിന്ന് കളിക്കും. ഭയങ്കര നല്ലൊരു കാർഡാണ്. രണ്ടാമത് എൻ്റെ വാൻ ഡൈക്കിൻ്റെ കാർഡാണ്. എൻ്റെ കയ്യിലുള്ള കാർഡ് ഈ ഹൈലൈറ്റ് കാർഡാണ്. എനിക്ക് ഈ കാർഡ് വെച്ചിട്ട് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. ഒട്ടധികം മാച്ച് എനിക്ക് ജയിക്കാൻ പറ്റിയിട്ടുണ്ട്. കാര്യം ഇത് എപ്പിക്കിൻ്റെ ഒപ്പം പിടിച്ചു നിൽക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കനവേറോമായിട്ട് കാർഡുകളെ വെച്ച് നോക്കുമ്പോൾ ഇല്ല. പക്ഷേ ഒരുവിധം നിങ്ങൾക്ക് ഡിവിഷൻ മാച്ച് 2-1 വരെ എത്താനുള്ള കാർഡിനുള്ള പവർ ഉണ്ട് ഇതിന്. ഞാൻ ഇപ്പോൾ കറന്റ് ഡിവിഷൻ 2 കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഈ കാർഡ് വെച്ചിട്ടാണ് എൻ്റെ മെയിൻ സ്കോഡ്. ഒന്നാമത് എടുത്ത് പറയുകയാണെങ്കിൽ എൻ്റെ പൊസിഷനിങ് ആണ്. പിന്നെ പറയുകയാണെങ്കിൽ ഫിസിക്കലി ഭയങ്കര സ്ട്രോങ് ആണ്, ഒരുവിധം പിടിച്ചേക്കും. പിന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇല്ലെങ്കിൽ മെസ്സി അങ്ങനത്തെ അത്രയും വലിയ കാർഡ് വരുമ്പോഴാണ് ഇത്തിരി ഒരു പുറകിൽ തോന്നണം. എന്നാലും എങ്ങനെയെങ്കിലുമൊക്കെ ആൾ തള്ളി നീക്കി ബോൾ എടുക്കും. അപ്പോൾ ഈ ഒരു കാർഡും സീനാണ്. അടുത്തായിട്ടുള്ള കാർഡ് ഈ വില്യൻ സലീബയുടെ ഈ കാർഡാണ്. എൻ്റെ ആണെങ്കിൽ ഈ ഒരു കാർഡുള്ളൂ. ഇതൊരു ഹൈലൈറ്റ് കാർഡാണ്, കുറച്ച് മുന്നേ എനിക്ക് കിട്ടിയതാണ്. പക്ഷെ എന്നാലും ഇതിൻ്റെ പെർഫോമൻസ് നോക്കുമ്പോൾ ഇത് ഹൈലൈറ്റ് ആണെങ്കിലും നല്ലോണം കളിക്കുന്നുണ്ട്. ഒരു കാര്യം ഫോമിൻ്റെ ഉണ്ട്, കറണ്ട് റേറ്റിംഗ് വെച്ച് നോക്കുമ്പോൾ ഫോം ചെയ്യേണ്ട ഒരു സംഭവമുണ്ട്. എന്നാലും നല്ല ഔട്ട്പുട്ടും നല്ലൊരു പെർഫോമൻസ് തരുന്നുണ്ട്. പക്ഷേ ഈ വാൻ ഡൈക്കിനെ വെച്ച് നോക്കുമ്പോൾ അത്ര പവർഫുൾ അല്ല, അല്ലെങ്കിലും ഒരുവിധം പിടിച്ച് നിൽക്കാം. നിങ്ങൾക്ക് ഡിവിഷനൊക്കെ കളിക്കുകയാണെങ്കിൽ ആളെ സുഖമായിട്ട് ഉപയോഗിക്കാം. ഞാൻ പക്ഷേ ഈ കാർഡ് പ്രിഫർ ചെയ്യില്ല. ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ വല്ല POTV കാർഡോ ഈ അടുത്തിട്ടുള്ള വല്ല കാർഡ് ചൂസ് ചെയ്യുക. എന്നാലും എന്തായാലും നല്ല റിസൾട്ട് എന്തായാലും ഉണ്ടാവും. അടുത്ത കാർഡ് വാൻ ബിസാക്കയുടെ കാർഡാണ്. വാൻ ബിസാക്കയുടെ കാർഡ് പറയുകയാണെങ്കിൽ ഡിഫെൻസ് ഭയങ്കര സെറ്റാണ്, ഒരു രക്ഷയില്ല. ഡിഫെൻസ് ആൾ അടിപൊളിയായിട്ട് ചെയ്യും. ആളുടെ മറ്റേ റേറ്റിംഗ് നിങ്ങൾ നോക്കണ്ട, ആളുടെ ഇത് ഡിഫെൻസീവ് സ്റ്റാറ്റ് നോക്കി കഴിഞ്ഞാൽ ഒക്കെ 95-ന് മേലെയാണ്. 97 കൊടുത്തിട്ടില്ലെങ്കിലും കളിക്കുമ്പോൾ അങ്ങനെയല്ല, നല്ലോണം കളിക്കും. ഇറങ്ങി വരും, കയറിപ്പോകുമ്പോൾ നമ്മൾ ഡബിൾ ടച്ച് ഇതൊക്കെ കൊടുത്ത് നമ്മൾ എക്സ്ട്രാ സെറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. പിന്നെ ആക്സലറേഷൻ ആദ്യത്തെ ഇനീഷ്യലൊന്നും രസം ഉണ്ടാവും. പിന്നെ വല്ലാണ്ട് ടോപ്പ് കാർഡുകൾ പോകണ മാതിരി കുതിച്ചു പോയില്ല, എന്നാലും ആൾ കളിക്കും. ഡിഫെൻസ് സെറ്റാണ്. സ്ലൈഡിങ് ടാക്കിളൊക്കെ പക്കയാണ് ആളുടെ കാര്യത്തിൽ. ബാക്കിയുള്ള കാർഡ് യൂസ് ചെയ്യണ മാതിരില്ല. ഈ കാർഡിൽ നിങ്ങൾ സ്ലൈഡിങ് ടാക്കിൾ ഇത് അത്രയും പെടുന്ന ഫൗൾ വരില്ല, കാരണം അത്രയും പക്കയായിട്ടാണ് ആൾ ചെയ്യണേ. അറ്റാക്കിങ് ഒന്ന് ഇത്തിരി താഴെയാണെങ്കിൽ നിങ്ങൾക്കത് കുഴപ്പമില്ല എന്ന് വെച്ചാൽ വാൻ ബിസാക്കിനെ എടുക്കുക. അത് ഞാൻ പറയണത് നിങ്ങളുടെ കയ്യിൽ വേറെ കാർഡുകളില്ലെങ്കിൽ കേട്ടോ, അല്ലാണ്ടല്ല. പിന്നെ ആ വാൻ ബിസാക്കറെ വേറെ പ്രീമിയം കാർഡ് ഉണ്ടാവില്ല. POTV വേറെ നല്ല കാർഡുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. എന്തായാലും ഇതിനേക്കാളും നല്ല പെർഫോമൻസ് തരും. ഇത് ഇത്ര ബേസ് കാർഡായിട്ട് തന്നെ ഇത്ര നല്ലോണം കളിക്കുന്നുണ്ട്. അടുത്തായിട്ടുള്ള കാർഡാണ് ബെല്ലിംഗ്ഹാമിൻ്റെ കാർഡ്. ബെല്ലിംഗ്ഹാമിൻ്റെ എല്ലാ കാർഡും ഭയങ്കര ബീസ്റ്റ് ആയിട്ടുള്ള കാർഡാണ്. ഈ കാർഡ് തന്നെ ഞാനിത് എടുത്തത് 2 കൊല്ലം മുന്നേ. ഇന്ന് വരെ എൻ്റെ റിസർവിലല്ല ഇരിക്കണേ, എൻ്റെ സബിലാണ് ഇരിക്കണത്. അത്രയും സീനായിട്ടുള്ളൊരു കാർഡാണ്. എല്ലാം കിട്ടും, ഡിഫെൻസ്, അറ്റാക്ക് അത്ര നന്നായി കളിക്കും. ഈ ഒരു കാർഡ് മാത്രമല്ല ഞാൻ പറയണത്, ബെല്ലിംഗ്ഹാമിൻ്റെ ബാക്കിയുള്ള എല്ലാ കാർഡുകളായാലും. എൻ്റെ കയ്യിൽ ഇത് കൂടാണ്ട് ചാമ്പ്യൻസ് ലീഗത്തെ ഒരു കാർഡുണ്ട്, പോരാണ്ട് ഈ അടുത്ത് നടന്ന ഫിഫത്തെ ഒരു കാർഡുണ്ട്. മൊത്തം സീനാണ്, അറ്റാക്കാണ്. പക്ഷേ ഈ അടുത്ത് വരുന്ന കാർഡുകൾക്ക് കൂടുതലെങ്കിലും മൊത്തത്തിൽ ഒരു പുരി കാർഡാണ് ആളുടെ. നിങ്ങളുടെ ആളുടെ വല്ല കാർഡുകളുണ്ടെങ്കിൽ എന്തായാലും ഇറക്കുക. ഇതിപ്പോൾ വേറെ ടീമിൽ അത്രയും ഒഴിച്ചുകൂടാൻ പറ്റാത്ത എപ്പിക്കുണ്ടെങ്കിൽ മാത്രം ആളിറക്കാണ്ടിരിക്കുക. വേറെ വല്ല കാർഡാണെങ്കിൽ ബെല്ലിംഗ്ഹാം ഉണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, ധൈര്യമായിട്ട് ഇറക്കാം. ഷുവറാണ്, ഗോളും അടിക്കും, ബാക്കും ഇറങ്ങും. സീൻ കാർഡാണ് ഏത് കാർഡുകളാണെങ്കിലും. നിങ്ങൾ ഇതുവരെ വീഡിയോ കണ്ടിരുന്ന സ്ഥിതിക്ക് ഞാൻ ലാസ്റ്റ് ഒരു ബോണസ് മാതിരി ഒരു കാർഡ് കൂടിയും പറയാം. ലാസ്റ്റത്തെ കാർഡാണ് മാർക്കോ സെൻസിയുടെ ഈ POTV കാർഡ്. ഈ കാർഡിനെ പറ്റി പറയുകയാണെങ്കിൽ പെട്ട ഗോൾ കീപ്പറാണ്. ഫോമിലാണെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല, അത്ര നന്നായി കളിക്കും.
ഞാൻ അത്ര ഗോൾ കീപ്പർ എന്ന് പറയുമ്പോൾ നിങ്ങൾ പോയിട്ട് ഒലിവർ കാനും പീറ്റേഴ്സ് മൈക്കിൾസിനെ വെച്ച് കമ്പയർ ചെയ്യരുത്. അങ്ങനെയല്ല, നിങ്ങൾക്ക് ഡിവിഷൻ മാച്ച് കളിക്കുകയാണ്, അത്യാവശ്യം നല്ല ഗോളില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷുവറായിട്ട് ഈ ഗോളിന് നോക്കിക്കോ നല്ല റിസൾട്ട് കിട്ടും. കാരണം അയാളുടെ ഹൈറ്റ് തന്നെ അത്ര അധികം ഉണ്ട്, 185 അടുത്ത് അങ്ങനെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അത്രയും ലോങ് റീച്ചിൽ ആൾ പിടിക്കും. ഫോമിലാണെങ്കിൽ അത്രയും അടിപൊളിയായിരിക്കും. നിലത്തോളം ഷോട്ടും ഒട്ടുമിക്ക എല്ലാ ഷോട്ടുകളും പിടിക്കും. ഉണ്ടെങ്കിൽ ഒന്ന് ഇറക്കി നോക്കുക. അതിൻ്റെ റിസൾട്ട്സ് നിങ്ങളെങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കി പറയും. ഇതുവരെ ഇരുന്ന സ്ഥിതിക്ക് നൈസായിട്ട് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഉപയോഗിക്കണം. പിന്നെ അടുത്ത തവണ കാണാം. ബൈ. അടുത്ത തവണ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പുതിയ വീഡിയോസ് ആയിട്ട് കാണാം. അതുവരെ ബൈ.